ഗൈസ് അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. അപ്പോൾ നമ്മളൊരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതൊരു ഡോമെട്രി പോലെയാണ്. അത് കോമൺ റൂംസും ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് റൂംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഗേൾസും ബോയ്സും അങ്ങനെ പലരും ഉണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ടായിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുള്ള ബസ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് സ്റ്റേ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഡൽഹിക്ക് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെട്രോ ആണ് ചൂസ് ചെയ്തത്. മെട്രോയിൽ നമ്മൾ 1 കാർഡ് എടുത്തിട്ടുണ്ടായി. ഈ 1 കാർഡ് വെച്ചിട്ട് നമുക്ക് ഒരു ദിവസം തന്നെ എവിടെ വേണമെങ്കിലൊക്കെ പോകാം. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി 500 ആയത് കേട്ടോ. അതിൽ നമ്മൾ ആ കാർഡ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു 100 റുപ്പീസ് റിട്ടേൺ കിട്ടേണ്ടതാണ്. പക്ഷേ ഞങ്ങൾക്ക് എന്ത് 60 റുപ്പീസേ കിട്ടുള്ളൂ. പിന്നെ അതിനെക്കുറിച്ച് അധികം ചോദിക്കാൻ നിന്നില്ല. അപ്പോൾ നമ്മൾ മെക്ഡിയിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും ബർഗറും ഹാഷ് ബ്രൗൺ ആണ് ഓർഡർ ചെയ്തത്. ഈ ലോട്ടസ് ബിസ്കോഫിൻ്റെ മക്ഫ്ലറി കിഡിലനായിട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെതാ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ സരോജിനി മാർക്കറ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ കുറേ കാലത്ത് സ്വപ്നമായിരുന്നു ഇങ്ങനെ സരോജിനി മാർക്കറ്റിൽ പോകണമെന്ന്. ഞാൻ അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പണ്ടൊട്ടേ പോകണമെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു കേട്ടോ. കുറേ കടകളുണ്ട്. നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡീൽസിലൊക്കെ കിട്ടാൻ പറ്റും. പക്ഷേ ഒടുക്കത്തെ തിരക്കും. ഞങ്ങൾ രാവിലെ 11 മണിയാകുമ്പോൾ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ആ ടൈമിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾ ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ഭയങ്കര സീനാണ്. പിന്നെ നമ്മൾ നല്ല നോക്കിയെടുക്കണം. യൂസ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ എടുത്തതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ലൈക്ക് പുതിയതായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. സൗരവിൻ്റെ കയ്യിൽ കണ്ട ബാഗില്ലേ, ആ ട്രാവലർ ബാഗ് നിറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടോ ഞങ്ങൾ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കാശ്മീരി ഗേറ്റിൽ വന്നിട്ട് ബർഗർ കിങ്ങിലാണ് നമ്മൾ കയറി ലഞ്ച് കഴിച്ചത്. അപ്പം ഞാൻ ഈ സിസ്റ്റം ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ സ്വയം സെലക്ട് ചെയ്ത് പേ ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ടേക്ക് അവേ ആണ് പറഞ്ഞിട്ടുണ്ടായത്. നമ്മൾ നല്ല ടയേർഡായിരുന്നു. പക്ഷേ അത് ടേക്ക് അവേ അല്ല, നമുക്ക് ഡൈനിങ് ആയിട്ടാണ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു സാരമില്ല നമുക്ക് കഴിക്കാമെന്ന്. ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡൊക്കെ ട്രൈ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് വന്നിട്ട്. പക്ഷെ തീരെ വൃത്തി ഉണ്ടായില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഹൈജീൻ്റെ കാര്യത്തിൽ ഭയങ്കര സീനായിട്ട് തോന്നിയിട്ടോ ഡൽഹി. പിന്നെ നമ്മൾ റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മേടിച്ച ഐറ്റംസൊക്കെ സോർട്ട് ചെയ്യാൻ വെച്ചു കേട്ടോ. ലൈക്ക് ഇങ്ങനെ വീട്ടുകാർക്കും എല്ലാവർക്കും നമ്മൾ കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ച് ഇനിയും ചാൻസ് കിട്ടുകയാണെങ്കിൽ എനിക്ക് സരോജിനി മാർക്കറ്റിൽ പോകണമെന്നുണ്ട്. പക്ഷേ ഡൽഹി ഞങ്ങൾക്കൊരു വലിയൊരു ട്രോമ തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ മേടിച്ച് അങ്ങനെ നമ്മളെല്ലാം സെറ്റാക്കി വെച്ച് നമ്മൾ വീണ്ടും അടുത്ത ലൊക്കേഷനിലോട്ട് പോവുകയാണ്. വേറെ എവിടെയല്ല, ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റ് കേട്ടോ. ഈശ്വര, ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എനിക്ക് തീരെ പറ്റുണ്ടായില്ലേ, തീരെ വൃത്തി ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു റിക്ഷ എടുത്തു. നമ്മൾ ഇങ്ങനത്തെ റിക്ഷയിൽ കയറിയിട്ടില്ല. അപ്പോൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു റിക്ഷ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് റെഡ് ഫോർട്ടും കാര്യങ്ങളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഈ ജമാ മസ്ജിദ് ഫുഡ് സ്ട്രീറ്റിൽ പോകണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെയാണ്. എന്ത് ഭംഗിയാണെന്നറിയോ റെഡ് ഫോർട്ട് വൈകിട്ട് കാണാൻ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡേ റെഡ് ഫോർട്ടിലോട്ട് വരാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ നമ്മളിതാ ജമാ മസ്ജിദിലെത്തി, ആ സ്ട്രീറ്റിലോട്ട് എത്തി. അങ്ങനെ ഇതാ അവിടെ ഫുള്ള് ചിക്കൻ്റെ ഐറ്റംസ്, കബാബ്, ഷാഹി തുക്കട, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. മുഗളായി ചിക്കൻ. അവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആളുടെ മേലിൽ ഇപ്പോൾ റിക്ഷ തട്ടിയാലോ അല്ലെങ്കിൽ ഇപ്പോൾ ബൈക്ക് ഒരഞ്ഞാലോ ഒന്നും അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അവർ ജസ്റ്റ് അങ്ങനെയുണ്ട് പാസ് ചെയ്ത് പോകും. പിന്നെ ഇതാണ് ജമാ മസ്ജിദ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ രാത്രിയാണ് കാണാൻ ഒന്നുകൂടെ ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഹാജി മുഹമ്മദ് ഫ്രൈഡ് ചിക്കനിലോട്ട് വന്നു കേട്ടോ. നമ്മളിങ്ങനെ കുറേ വീഡിയോസ് കണ്ടിട്ട് കുറേ കാലം ഇങ്ങനെ ആഗ്രഹിക്കണം ട്രൈ ചെയ്യണം ഡൽഹിയിൽ വരുമ്പോൾ. ഹൈജീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചിലപ്പോൾ ഇഷ്ടമാവണമെന്നില്ല. പക്ഷേ എനിക്കെന്തോ ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രൈ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഒരു ബ്രസ്റ്റ് പീസാണ് മേടിച്ചത്. ഞങ്ങൾ രണ്ടുപേരും കൂടി അതാ കഴിച്ചിട്ടോ. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സൗരവിനും ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാണ് ഹാജി മുഹമ്മദ്. അപ്പോൾ എന്താ കണ്ടില്ലേ, ഫ്രൈഡ് ചിക്കൻ ഇങ്ങനെ ഓൾറെഡി ഫ്രൈ ചെയ്ത് പിന്നെ വീണ്ടും കട്ട് ചെയ്ത് വീണ്ടും റീഫ്രൈ ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി പോവെന്ന് ചോദിച്ചാൽ അറിയില്ല, കാരണം നമുക്ക് ഹൈജീൻ കുറച്ച് സീനായിട്ട് തോന്നി. പക്ഷെ അവിടുത്തെ ആൾക്കാരൊക്കെ കൊല്ലങ്ങളായിട്ട് അവിടെ നിന്ന് കഴിക്കണതല്ലേ. അപ്പം നമുക്ക് പക്ഷേ ഫുഡൊന്നും കഴിച്ചിട്ട് വലിയ സീൻ ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ കരീംസ് ഹോട്ടലിൽ കയറി. അവിടെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം നമ്മളിങ്ങനെ കബാബ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ 3 സ്റ്റിക്ക് 4 സ്റ്റിക്കൊക്കെ വരുന്നത്. നമുക്ക് ഒറ്റ സ്റ്റിക്കാണ് വന്നത് ഗൈസ്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് അവിടെ മട്ടൻ എന്തുകൊണ്ടാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡിഷ്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. അപ്പോൾ കരീംസ് ഹോട്ടൽ എനിക്ക് എന്തോ ലൈക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. പിന്നെ എനിക്ക് അതിൽ ഒപ്പീനിയൻ പറയാനില്ല, കാരണം അവിടുത്തെ മെയിൻ ഡിഷ് ഞാൻ കഴിച്ചില്ലല്ലോ. പിന്നെ നമ്മൾ അവിടുന്ന് ഷാഹി തുക്കടയും അതുപോലെ തന്നെ ഈ ഒരു സംഭവമാണ്, അയ്യോ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്, എന്തോ ഒരു റബ്ഡിയാണ് കേട്ടോ. ഒരു സേമിയൊക്കെ ഇട്ട് ഒരു ഫലൂദ പോലെ. എനിക്ക് അത് നല്ല ഇഷ്ടമായിട്ടോ, നല്ല ടേസ്റ്റ് തോന്നി. പക്ഷേ അവിടെ നിറച്ചിങ്ങനെ ഈച്ചകളൊക്കെ ഇരിക്കണ കാരണം കുറച്ചൊക്കെ കഴിച്ചു.
എന്നിട്ട് പിന്നെ ഞങ്ങളത് ഒഴിവാക്കുകയും ചെയ്തു കേട്ടോ. ശരിക്കും നമ്മൾ ഫുഡിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ തിന്നണേന്ന്. പക്ഷെ എനിക്ക് എന്തൊക്കെ ഇത് കഴിക്കണേന്ന് തൊട്ട് മുന്നേറ്റ് ഇതുപോലെ ഈച്ചരിക്കണം കണ്ട കാരണം എനിക്ക് കഴിക്കാൻ കുറച്ച് പാട് തോന്നി. അപ്പോൾ അതാ നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലും അടിപൊളിയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. മെട്രോ ഭയങ്കര കൺവീനിയൻ്റ് ആണ്. നമുക്ക് തുടക്കത്തിൽ കൺഫ്യൂസിങ് ആയി തോന്നിയെങ്കിലും പിന്നെ നമുക്കത് ഭയങ്കര കൺവീനിയൻ്റ് ആയി തോന്നി. കാരണം എല്ലാ ലൊക്കേഷനിലോട്ടും നമുക്ക് മെട്രോ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുൾ മെട്രോ ആണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ സരോജിനി മാർക്കറ്റ് എന്നുള്ള എൻ്റെ ഡ്രീമും പൂവണിഞ്ഞു. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.